ഖലിസ്ഥാൻ ഭീകര സംഘടനകൾ തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ വിവിധയിടങ്ങളിൽ നിന്ന് അനധികൃതമായി ധനശേഖരണം നടത്തുന്നുണ്ടെന്നും സമ്മതിച്ച് കനേഡിയൻ സർക്കാർ. ഖലിസ്ഥാനി അനുകൂല ഘടകങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇന്ത്യ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കനേഡിയൻ സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് 2024 ജൂൺ 18 നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ പുതിയ റിപ്പോർട്ട് കനേഡിയൻ സർക്കാർ പുറത്തുവിട്ടത്. റിപ്പോർട്ടിന് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്വതന്ത്ര പഞ്ചാബ് രാജ്യത്തിന്റെ പേരിലാണ് ധനശേഖരമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖലിസ്ഥാൻ സംഘടനകളെ ഭീകര സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന റിപ്പോർട്ട് ഇതാദ്യമായാണ് കാനഡയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പഞ്ചാബിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളെ പിന്തുണയ്ക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകൾ കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുന്നതായും സംശയിക്കുന്നു. കനേഡിയൻ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിത വയലന്റ് എക്സ്ട്രീമിസം എന്ന വിഭാഗത്തിൽ ഖലിസ്ഥാൻ ഭീകരവാദികളും ഉൾപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒപ്പമാണ് ഖലിസ്ഥാനി ഗ്രൂപ്പുകളായ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ കാനഡ എന്നീ സംഘടനകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഗുർപട്വന്ത് സിംഗ് പന്നുവിന്റെ സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടനയെ പട്ടികയിൽ കനേഡിയൻ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഭീകരവാദ ഗ്രൂപ്പുകൾ പണം സ്വരൂപിക്കുന്നത് എങ്ങനെയെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഖലിസ്ഥാനി ഗ്രൂപ്പുകൾക്ക് പുറമെ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്കും കാനഡയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ലോ എൻഫോഴ്സ്മെന്റും ഇന്റലിജൻസ് ഏജൻസികളും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻപ് ഈ സംഘടനകൾക്ക് ധനസഹായം നൽകുന്ന വലിയ ശൃംഖലകൾ രാജ്യത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഗ്രൂപ്പുകളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലാത്ത എന്നാൽ ഈ ആശയങ്ങളോട് താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും ചെറിയ സഹായങ്ങളാണ് ലഭിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി ഖലിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകൾ ആക്രമണത്തെ കൂട്ടുപിടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മയക്കുമരുന്ന് കടത്തിനും വാഹനമോഷണത്തിനുമായി തീവ്രവാദ ഗ്രൂപ്പുകൾ ചാരിറ്റബിൾ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഖലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാരോപിച്ച് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ രംഗത്ത് വന്നതോടെയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീണത്. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ഗുരുദ്വാരയുടെ പുറത്തുവെച്ചാണ് അജ്ഞാതനായ 2 തോക്കുധാരികൾ നിജ്ജറിനെ അന്ന് വെടിവെച്ച് വീഴ്ത്തിയത്. ഇന്ത്യയിൽ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളിൽ പ്രതിയാണ് നിജ്ജർ. കൊലയ്ക്ക് ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത്. കാനഡയുടെ ആരോപണങ്ങളെ അസംബന്ധമെന്നും രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞ് ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. എന്നാൽ നിജ്ജർ വധക്കേസിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് പങ്കുണ്ടെന്ന തരത്തിൽ കാനഡയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതോടെയാണ് നയതന്ത്ര പ്രതിസന്ധി രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും രൂക്ഷമായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.